ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് ഒരു ഫെസ്റ്റീവ് സീസൺസാണ് വരുന്നത്. ദിവാലി വരുന്നു, ക്രിസ്മസ് വരുന്നു, പിന്നെ ന്യൂ ഇയർ, അങ്ങനെ ഓരോരോ ഫങ്ഷൻസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ഇടുന്നേക്കാളും എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. എല്ലാവരും നമ്മളൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ അല്ലെങ്കിൽ സാരി എടുത്തുകൊണ്ട് പോയാൽ എല്ലാവരും ഒന്ന് നോക്കണം എന്ന് നമ്മളെല്ലാവരും ഒന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനത്തെ വർക്കുകൾ, അപ്പോൾ ഫോർ എക്സാമ്പിൾ അതിങ്ങനെ വരുമ്പോൾ ഒത്തിരി ഹെവി ബീഡ് വർക്ക് അല്ലെങ്കിൽ സീക്വൻസ് വർക്ക് അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വർക്കുകളാണ്. അപ്പം അങ്ങനത്തെ ഒരു വർക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. അത് ചെയ്യുന്നത് വെൽവെറ്റ് വെച്ചിട്ടാണ്. വെൽവെറ്റ് ക്ലോത്ത് നമ്മുടെ ഏത് മെറ്റീരിയലാണ്, ടോപ്പിൻ്റെ ഏത് ടോപ്പായാലും സാരി ആയാലും ഏത് മെറ്റീരിയൽ ആണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ വെൽവെറ്റ് ക്ലോത്ത് വെച്ച് പിടിപ്പിക്കുകയാണ്, എന്നിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് കളേഴ്സ് വെക്കാം, അല്ലെങ്കിൽ അതിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് കളേഴ്സ് ആണെങ്കിലും വെക്കാം. എന്നിട്ട് അത് ബീഡ്സ് വെച്ചോ സീക്വൻസ് വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ വെൽവെറ്റ് ക്ലോത്ത് ചെയ്യണത് ആര്യ നീഡിൽ വെച്ചിട്ടാണ്. ഇതിപ്പോൾ ആര്യ നീഡിൽ വെക്കാണ്ട് സാധാരണ നമ്മുടെ നോർമൽ നീഡിൽ വെച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്തെടുക്കേണ്ടതെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക, അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, ഓടിച്ചിരുന്ന് കാണാതെ. അപ്പോൾ മിക്കവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ പേര് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എല്ലാവരും കുറേ പേര് എന്നോട് ചോദിച്ചു, കമൻറ്റ് ബോക്സിലായാലും ത്രൂ മെയിൽ ആയാലും ചോദിക്കുന്നുണ്ട്, ഡിസൈൻസ് എനിക്ക് അയച്ചു തരുമോ എന്ന്. അപ്പോൾ ആ വീഡിയോയുടെ എൻഡിൽ ഡിസൈൻസ് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എൻഡ് വരെ എല്ലാവരും കാണാത്തതുകൊണ്ടാണ് ആ ഡിസൈൻസ് കാണാണ്ട് പോയത്. അപ്പോൾ എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക, എന്നിട്ട് കമൻറ്റ്സ് എഴുതി അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെൽവെറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വെൽവെറ്റ് തുണി. ഇപ്പോൾ ഇങ്ങനത്തെ വെൽവെറ്റ് തുണി നമ്മൾ ത്രെഡ് മേടിക്കുന്ന കടയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തേക്കുന്ന ഒരു കുഞ്ഞ് സ്മോൾ ഫ്ലവർ ഡിസൈനാണ്. അപ്പം കുറച്ച് 2 ലീവ്സും ഒരു ഫ്ലവറും ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ ഫ്രണ്ട് പോർഷനിലോട്ട് നമ്മൾ ട്രേസ് ചെയ്താൽ ആവത്തില്ല, വെൽവെറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ ആവത്തില്ല. അപ്പോൾ നമ്മൾ ഈ വെൽവെറ്റ് ക്ലോത്തിൻ്റെ ബാക്കിൽ ഇവിടെയാണ് ഡിസൈൻ വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഡിസൈൻ വരയ്ക്കാം. ഡിസൈൻ വരയ്ക്കാനായിട്ട് നമ്മൾ ബ്ലാക്ക് ആയതുകൊണ്ട് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കാർബൺ പേപ്പർ എടുക്കുക, എന്നിട്ട് ഡിസൈൻ വരയ്ക്കുക. നമ്മളിവിടെ കാർബൺ പേപ്പർ വെക്കുന്നു, ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം. വെൽവെറ്റ് ക്ലോത്ത് വേസ്റ്റ് ആക്കി കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോർണറിൽ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ വരയ്ക്കുക. അപ്പം നമ്മൾ ഇവിടെ യെല്ലോ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് വൈറ്റ് ആയാലും കുഴപ്പമില്ല, ബ്ലാക്കും ബ്ലൂവും എടുക്കാൻ പറ്റത്തില്ല, ഇത് ബ്ലാക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട്. ഡിസൈൻ ഇതുവരെ വരച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത്. വെൽവെറ്റ് ക്ലോത്തിൻ്റെ പല ഷെയ്ഡ്സും അവൈലബിൾ ആയിരിക്കും മെറ്റീരിയൽ. അപ്പോൾ ഇത് ലൈറ്റായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈൻ നമുക്ക് ഡിസൈൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് നോർമൽ സിസേഴ്സ് മതി, സിസേഴ്സ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അതിൻ്റെ ഷേപ്പിൽ ഡിസൈൻ്റെ ഇതിൽ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെൽവെറ്റ് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പൂവിൻ്റെ ഒരു ഡിസൈനായിട്ട് തോന്നില്ല, എന്ന് വെച്ചാൽ ഇലയും കൂടെ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തയ്ക്കാനുണ്ട്, അപ്പോൾ നമുക്കൊരു ഫ്ലവർ ഡിസൈൻ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ഇത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ചുറ്റും ഒന്ന് തയ്ച്ചാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ തെന്നി പോവും, ഇങ്ങനെ ഊരി പോണത് ഡിസൈൻ മാറിപ്പോണ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതല്ല, ഫാബ്രിക് ഗ്ലൂ ഇല്ലാണ്ട് നമുക്ക് തയ്ക്കാം. ഫാബ്രിക് ഗ്ലൂ വേണമെങ്കിൽ ഇതുപോലത്തെ ഫാബ്രിക് ഗ്ലൂ മേടിച്ചിട്ട് ഇതിൻ്റെ അടിയിൽ തേച്ചിട്ട് ഒട്ടിച്ചിട്ട് തയ്ക്കാം, അത് ഒരു ഓപ്ഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് തയ്ക്കാം. അപ്പോൾ തയ്ക്കുന്നതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് കളർ ത്രെഡ് തന്നെ, ആങ്കറിൻ്റെ ത്രെഡോ അല്ലെങ്കിൽ മെഷത്തിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ആയാലും മതി, 2 സ്ട്രാൻഡ്സ് എടുക്കുക. അത് നോർമൽ ഒരു സൂചിയിൽ കോർത്തിട്ട് ഇതിൻ്റെ തൊട്ട് ഈ സൈഡിൽ കൂടെ തന്നെ നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് തയ്ച്ച് ഒന്ന് പിടിപ്പിച്ച് വെക്കുക, അത് ഊരി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്തേ കൂടെ തന്നെ, ഒത്തിരി ഉള്ളിലോട്ട് കയറ്റി തയ്ക്കരുത്,
സൈഡിൽ കൂടെ തന്നെ തയ്ക്കുക. ഇത് വെൽവെറ്റ് തുണി കൂടെ കയറാൻ ഉള്ളതുകൊണ്ട് കുറച്ച് ഷാർപ്പായിട്ടുള്ള നീഡിൽസ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇങ്ങനെ മൊനയില്ലാത്ത നീഡിൽസ് യൂസ് ചെയ്താൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇച്ചിരി ഷാർപ്പായിട്ടുള്ള നീഡിൽസ് യൂസ് ചെയ്യുക. മറ്റു തുണികൾ പോലെ ഇതിങ്ങനെ വിട്ട് പോരത്തില്ല. വെൽവെറ്റ് ക്ലോത്ത് ഇങ്ങനെ സൈഡിൽ നിന്ന് നമ്മൾ കുത്തുമ്പോൾ ഇങ്ങനെ വിട്ട് പോകുന്ന ആ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തൊട്ടടുത്തേക്കൂടെ തന്നെ നമുക്ക് തയ്ച്ചു പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലവർ പാറ്റേൺ, ഞാനിപ്പോൾ തയ്ക്കുന്ന ഫ്ലവർ പാറ്റേൺ വീഡിയോയുടെ എൻഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളും റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളും റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ഇവിടെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ചുറ്റും നമ്മൾ പൂവിൻ്റെ ഷേപ്പിൽ ബീഡ്സ് വെക്കാൻ പോകും. അതുപോലെ തന്നെ ഇലയുടെ ഇവിടെയൊക്കെ ഗോൾഡൻ ബീഡ്സാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കുഞ്ഞു ബീഡ്സാണ്. അതിനും നമ്മൾ 2 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തേക്കൂടെ തന്നെ പുറത്തേക്കൂടെ തന്നെ നമ്മൾ നീഡിൽ പാസ് ചെയ്യുക. അപ്പോൾ ഈ നീഡിൽ കുഞ്ഞ് ബീഡ്സ് ഞാൻ ഇവിടെ എടുക്കുന്ന കാരണം സ്മോൾ സൈസ് നീഡിൽ തന്നെ എടുക്കുക, അല്ലെങ്കിൽ ബീഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യത്തില്ല. അപ്പോൾ സ്മോൾ സൈസ്. അപ്പോൾ ഓരോന്ന് കുത്തിത്താത്തുന്നതിന് പകരം കുറച്ചധികം ബീഡ്സ് നമ്മൾ ഇപ്പം ഇവിടം വരെ പോകാൻ പറ്റുന്ന അത്രയും ബീഡ്സ് തന്നെ ഇതിൻ്റെ അകത്ത് കോർത്തിട്ട് ഇവിടെ നമ്മൾ താത്തുവാണ്. അപ്പം അല്ലെങ്കിൽ ഓരോ വട്ടവും കുത്തിത്താത്തിനേക്കാളും ഭേദം ഒരുമിച്ച് നമ്മൾ ബീഡ്സ് എല്ലാം കോർത്തിട്ട് ഇവിടെ വെക്കുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഉടക്കി വെച്ചാൽ മതി. അപ്പോൾ എല്ലാ ബീഡ്സും അത്രയും ബീഡ്സ് നമുക്ക് കോർത്തെടുക്കാം. ഈ കുഞ്ഞ് ബീഡ്സ് ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇവിടെ കുഞ്ഞ് സൈസുള്ള നീഡിൽ ചൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലെ കുറേ മുത്തുകൾ കോർത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ വലിച്ചിട്ട് ഇവിടെ വെച്ച് നോക്കുക ഇത്രയും മുത്ത് മതിയോ എന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഇത് മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്ത്ത് എവിടം വരെ മുത്തുണ്ടോ അത്രയും ലെങ്ത്ത് നമ്മൾ നമ്മുടെ ഡിസൈനിൻ്റെ പുറത്തേക്കൂടെ വെച്ചിട്ട് നമ്മൾ താത്തു. അപ്പോൾ ഇവിടം വരെ മുത്തുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ താത്തുവാണ്. അത് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഒരേ ബീഡിൻ്റെയും ഇടയിൽ കൂടെ, ഇതിപ്പം ഒറ്റ ഇതിലങ്ങ് ഇരിക്കുകയല്ലേ, ഇനി ഓരോ ബീഡിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊന്ന് ലോക്ക് ചെയ്ത് ത്രെഡ് വെച്ച് തന്നെ ലോക്ക് ചെയ്ത് വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. ഈ ഒരു ത്രെഡ് അങ്ങ് പൊട്ടിയാൽ എല്ലാ ബീഡ്സും ഊരിപ്പോരും. അപ്പോൾ നമ്മളൊന്ന് ഉടക്കി വെക്കുക. പൊട്ടിയാലും ആ ത്രെഡ് അവിടെയുള്ള അത്രയും ബീഡ് മാത്രമേ പോരാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഉടക്കി വെക്കണം. അപ്പോൾ എല്ലാവരും ഓർക്കും ഇത് ചെയ്യുന്നേക്കാളും ഭേദം ഓരോന്ന് ഒരേ മുത്തെടുത്തിട്ട് ചെയ്താൽ പോരെ എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത്ര അടുത്തായിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒരു ഷേപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഒരു ത്രെഡിൽ തന്നെ കോർത്തിട്ട് ഒറ്റയടിക്ക് ഇത് കോർത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ ഞാൻ ബീഡാണ് വെക്കുന്നത്. അതിന് പകരം സ്റ്റോൺസ് ആണെങ്കിൽ സ്റ്റോൺസും ഇതുപോലെ പുറത്തേക്കൂടെ ഒരു ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ട്യൂബ് കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഇത് വെൽവെറ്റിൻ്റെ റെഡ്, ഡാർക്ക് ബ്ലൂ അങ്ങനെ പല കളേഴ്സും അവൈലബിൾ ആണ്. ഈ ത്രെഡ് ഷോപ്പിൽ തന്നെ നമ്മൾ ത്രെഡ് മേടിക്കുന്ന ഷോപ്സിൽ തന്നെ അവിടെ കിട്ടുന്നതാണ്. വെൽവെറ്റിൻ്റെ ഇപ്പം കട്ടി കുറഞ്ഞ മെറ്റീരിയൽ അങ്ങനെ പല മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ഇതുപോലെ നമുക്ക് ഫുള്ളും നമുക്ക് ചെയ്ത് തീർക്കാം. അപ്പോൾ ഈ ഇലയും ഇതും ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ ചെയ്യണത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ 2 ലീവ്സ് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പൂവിൻ്റെ ഉള്ളിലത്തെ കർവ്സ് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിസൈൻ ട്രേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കളർ പെൻസിൽ യൂസ് ചെയ്ത് വൈറ്റ് കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ കർവ്സ് എല്ലാം ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇനി ആ കർവ്സിനൊക്കെ നമുക്ക് ബീഡ്സ് വെക്കേണ്ടതാണ്. അപ്പോൾ അത് ഇങ്ങനെ വരച്ചെടുക്കുക. പൂവിൻ്റെ ഉള്ളിൽ ബീഡ് വെക്കണമെങ്കിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മുടെ ഇങ്ങനെയുള്ള സ്ട്രാൻഡ്സ് വരയ്ക്കണമെങ്കിൽ അതും ഒന്ന് വരച്ച് വെക്കുക. അത് ഫാബ്രിക് പെൻസിലും നമുക്ക് അവൈലബിൾ ആണ് ഷോപ്പിൽ, ഈ വൈറ്റ് കളറ് അതായാലും മേടിച്ചാൽ മതി. ഇനി നമുക്ക് ഇവിടെയൊക്കെ ബീഡ്സ് ഈ കർവ്സിലും നടുക്കുമൊക്കെ ബീഡ്സ് വെക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ആങ്കറിൻ്റെ 2 സ്ട്രാൻഡ്സ് ത്രെഡ് ബ്ലാക്ക് കളർ യൂസ് ചെയ്യുകയാണ്. നമ്മൾ ഇതൊരു സെൻറ്ററിൽ കുറച്ച് മുഴുത്ത ബീഡാണ് വെക്കുന്നത്. സെൻറ്ററിൽ ഒരു വലിയ ബീഡ് വെക്കുന്നു. ബാക്കി ചുറ്റും നമ്മൾ ഇനി വെക്കാൻ പോകുന്നതെല്ലാം സ്മോൾ ബീഡ്സ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒരു റൗണ്ട് സ്മോൾ ബീഡ്സ് വെക്കാം.
ഇതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ബീഡ്സ് കോർത്തെടുത്തിട്ട് റൗണ്ടിൽ വെച്ചാൽ മതി. ഓരോന്ന് എടുക്കണ്ട, ഒരുമിച്ച് കുറച്ച് ബീഡ്സ് എടുത്തിട്ട് റൗണ്ടിലാക്കിയിട്ട് പിന്നെ ഉടക്കി വെച്ചേച്ചാൽ മതി. ഇപ്പം ഞാൻ ഏകദേശം ഒരു 12 ബീഡ്സ് എടുത്തിട്ടുണ്ട്. തികയോന്ന് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇതുവരെ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഇത് മതിയാകും. ഇത് ഒരെണ്ണം കൂടെ വെച്ചാൽ കൂടുതലായി പോകും. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇത് ഇവിടെ കുത്താം, എന്നിട്ട് കുത്തിത്താത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ ബീഡിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഉടക്കി വെക്കാം ത്രെഡ് വെച്ചിട്ട്, ആദ്യം ചെയ്തോരെ തന്നെ. ഇപ്പം നമ്മൾ നടുക്കത്തെ ആ ഒരു വട്ടം തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 6 ലൈൻസ്, ഈ 6 പെറ്റൽസിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 6 ലൈൻസും ഇതുവരെ തന്നെ ബീഡ്സ് വെക്കുക. അതുപോലെ തന്നെ ഈ കർവ്സും ഇതുപോലെ തന്നെ ഈ കർവ്സിൻ്റെ അടുത്തേക്കൂടെ അരികിൽ കൂടെ തന്നെ തയ്ച്ചു പോവുക, ബീഡ്സ് വെച്ച് പോവുക. എന്നിട്ട് ഈ ലീഫും ഫില്ല് ചെയ്തിട്ട് അവസാനം എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ ഫുൾ ബീഡ്സും വെച്ച് കഴിഞ്ഞു. ഇവിടെ പൂവിൻ്റെ ഷേപ്പിൽ കർവ്സിലും വെച്ചു, അതുപോലെ തന്നെ ഇവിടെ ലൈൻസ് ആയിട്ടും വെച്ച് കഴിഞ്ഞു. അപ്പോൾ വെച്ച് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളർ ഷെയ്ഡ് വന്നപ്പോൾ കുറച്ച് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ സിൽക്ക് സാരീസിലൊക്കെ ഇതുപോലത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് പോർഷനിലും പല്ലുവിലൊക്കെ ഒരു വലിയ ഡിസൈൻ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഞാനിവിടെ ചെയ്തേക്കുന്നത് ബീഡ്സ് തീരെ സ്മോൾ ബീഡ്സ് ആണ്. അപ്പോൾ അത് റൗണ്ട് ഷേപ്പ് അല്ല, അത് റൗണ്ട് ഷേപ്പിലത്തെ ബീഡ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലുള്ള ബീഡ്സാണ് വെച്ച് ഇവിടെയൊക്കെ വെച്ചെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും. ഇതിപ്പോൾ എൻ്റെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകുന്നത് ഓരോ ബീഡ്സിനും ഓരോ സൈസ് ആയതുകൊണ്ട്. അപ്പോൾ കൃത്യം റൗണ്ടായിട്ടുള്ള ബീഡ്സ് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിലിരിക്കും ഇത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെൽവെറ്റ് ക്ലോത്ത് ഒരു നോർമൽ തുണിയിൽ സ്റ്റിച്ച് ചെയ്യണേന്ന് കണ്ടോ, എങ്ങനെയാണ് അത് ഡെക്കറേറ്റ് ചെയ്യണേന്ന് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.